നമസ്കാരം. മഹാകുംഭമേളയിൽ ബുദ്ധസന്യാസിമാരുടെ ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്ന സന്ദേശം മുഴങ്ങിക്കേട്ടു തുടങ്ങി. മഹാകുംഭമേളയിൽ ബുദ്ധ സന്യാസി സംഗമം ആരംഭിച്ചു. ബുദ്ധ മഹാകുംഭയാത്രയിൽ ലാമമാരും സന്യാസിമാരും അടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ജുനാഖാഡയിലെ ആചാര്യ മഹാമണ്ഡലേശ്വര സ്വാമി അവധേശാനന്ദ ഗിരിയുടെ പ്രഭുപ്രേമി ക്യാമ്പിലായിരുന്നു ബുദ്ധ സന്യാസിമാരുടെ സംഗമം. സംഗമത്തിലെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കണം, ടിബറ്റിന്റെ സ്വയംഭരണം നടപ്പാക്കണം, സനാതന ധർമ്മവും ബുദ്ധമത ദർശനവും ഏകാത്മകവുമാണ് എന്നിവയായിരുന്നു. ഈ പ്രമേയങ്ങളെല്ലാം തന്നെ സംഗമം അംഗീകരിച്ചു. സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു സംസാരിച്ച RSS അഖില ഭാരതീയ കാര്യകാരി അംഗം സുരേഷ് അഥവാ ഭയ്യാജി എന്നറിയപ്പെടുന്ന ജോഷി പറഞ്ഞത് മഹാകുംഭമേള ഏകാത്മകതയുടെ ദർശനവുമാണ് പകരുന്നത് എന്നായിരുന്നു. ഭയ്യാജിയുടെ വാക്കുകൾ മഹാകുംഭമേളയുടെ പൗരാണിക ചരിത്രത്തെ വിളിച്ചോതുന്ന തരത്തിൽ ഉള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: അക്വേറിയസ് 3 വാക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗംഗയും യമുനയും സരസ്വതിയും സംഗമിക്കുന്നിടമാണ് പ്രയാഗ. രാജ്യത്തെ വിവിധ സമ്പ്രദായങ്ങളിലെ സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാം ഇവിടെ വന്ന് പരസ്പരം കാണുന്നു, ചർച്ച ചെയ്യുന്നു. സന്യാസിമാർ ഒന്നിച്ചാൽ സാധാരണക്കാരും ഒന്നിക്കും. എല്ലാവരോടും ഒപ്പം നീങ്ങി എല്ലാവരെയും ഒപ്പം കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ് ലോകത്തെ നയിക്കുക. ഭാരതത്തിന് അതിനുള്ള ശേഷിയുണ്ട്. ഒരിക്കൽ മഹാകുംഭമേളയ്ക്ക് വരൂ, എല്ലാ തെറ്റിദ്ധാരണകളും അതോടെ അവസാനിക്കും. ഭാരതം ഒരു സമൂഹമായി മുന്നേറുന്നത് ഇവിടെ കാണാം. ഡോക്ടർ അംബേദ്കർ നമുക്ക് നൽകിയ ഭരണഘടനയുടെ ആദ്യ വരി നമ്മൾ ഭാരതത്തിലെ ജനങ്ങൾ എന്നതാണ്. ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നവരെല്ലാം ഒരമ്മയുടെ മക്കളാണ് എന്നതാണ്. ഈ മണ്ണിനോട് വിശ്വാസവും ഭക്തിയും ഉള്ളവന് വന്ദേമാതരം മുഴക്കുന്നു. ഈ സംസ്കാരമാണ് ഒരുമയുടെ ആധാരം എന്നതായിരുന്നു. കുംഭമേളയുടെ മഹത്വവും ഭാരതത്തിന്റെ പൈതൃകവും അറിയാത്ത വിഡ്ഢികളാണ് കുംഭമേളയെ വിമർശിക്കുന്നത്. ഇതുവഴി സ്വന്തം രാജ്യത്തിന്റെ കീർത്തിക്ക് കോട്ടം വരുന്ന ദുഷ്പ്രവർത്തികളാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന് പലരും തിരിച്ചറിയുന്ന പോലുമില്ല. ജിഹാദികളും കൂട്ടാളികളും ഇന്ത്യയെ അവരുടെ അധീനതയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് യുക്തിക്ക് നിരക്കാത്ത പല കഥകളും പുറത്തുവിടുന്നത്. ഹിന്ദുക്കളെ കൂടി അവരുടെ കപടവാക്കുകളിൽ പെടുത്തി മതം മാറ്റി മുസ്ലിം ഭൂരിപക്ഷം കൂട്ടുക വഴി ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാമെന്ന മിഥ്യാധാരണയിലാണ് അവർ. ചരിത്രം പിറക്കുന്ന മുഹൂർത്തമാണിതെന്ന് ടിബറ്റിന്റെ പ്രവാസകാര്യ മന്ത്രി ഗാരി ഡോൾമ പറഞ്ഞു. ഈ പുണ്യഭൂമിയിൽ പലതും സംഭവിക്കുന്നുവെന്നും അദ്ദേഹം ഒരു പുതിയ ചരിത്രത്തിൽ പങ്കെടുക്കുകയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. സനാതന ധർമ്മവും പകരുന്ന സ്നേഹത്തിലേക്ക് വലിയൊരു ചുവടുവയ്പ് പുണ്യഭൂമിയിൽ കൈക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് നീങ്ങും എന്നും അദ്ദേഹം അവസാനം പറഞ്ഞു വെച്ചു. ബുദ്ധ സന്യാസിമാരുടെ പ്രാർത്ഥനയും പുണ്യപാദ സ്പർശവും കൂടി ഏറ്റതോടെ കുംഭമേളയുടെ മഹാത്മ്യം കൂടി എന്ന് പറയാതെ വയ്യ.